ഈ തണുപ്പും ഈ സ്മെല്ലും അടിച്ച് ഞാൻ ഇവിടെ എനിക്ക് ഭക്ഷണം ഒട്ടും ഇറങ്ങുകയല്ല. അത്രയ്ക്ക് അവസ്ഥയായി ഞാൻ. എനിക്കിവിടെ പറ്റിയല്ല. എനിക്ക് ഗ്യാസ് അടുപ്പില്ല, വിറകില്ല. ഈ മഴയും പിടിച്ച് എവിടെ ചെന്ന് വിറകുണ്ടാക്കിക്കൊണ്ട് വരാൻ എനിക്കല്ലേ. സുശീല ഈ പറയുന്നത് 1 വർഷമായി ഇവർ അനുഭവിക്കുന്ന ക്യാമ്പിലെ ദുരിതമാണ്. അടുപ്പ് കൂട്ടാൻ സൗകര്യമില്ല. ക്യാമ്പിലെ മുറികൾക്ക് പിന്നിൽ ഷീറ്റ് വലിച്ചു കെട്ടിപ്പൂട്ടിയ അടുപ്പുകൾ മഴ പെയ്താൽ കെട്ടുപോകും. വാഗ്ദാനം നൽകിയ ഗ്യാസ് കണക്ഷൻ 1 വർഷമായിട്ടും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. സൗജന്യ റേഷനും ജലരേഖയായി. കോരിച്ചൊരിയുന്ന മഴയത്ത് ക്യാമ്പിലെ ഇല്ലായ്മയിൽ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും കഴിയുന്നു. ഇവിടേക്ക് വരുന്ന ഭരണാധികാരികൾ സൂക്ഷിക്കണം. കാരണം നിങ്ങൾ നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്നത് കണ്ട് നിസ്സഹായരായ ഒരു ജനതയുണ്ട് ഇവിടെ. ക്യാമ്പിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിപ്പരക്കുന്ന മാലിന്യവും ദുർഗന്ധവും ആവശ്യപ്പെട്ട് നിവർത്തികെട്ടപ്പോൾ ടാങ്ക് നന്നാക്കാനിറങ്ങിയ ബഷീറിന്റെ കൈ ഈ അവസ്ഥയിലും. കൊണ്ടുവന്നാക്കിയ ഇപ്പൊ കണ്ടില്ല, ടാങ്ക് പൊട്ടി ഒഴുകുന്നു. ഒരു പ്രാവശ്യം നന്നാക്കിയതിൻ്റെ ഇത് ഇപ്പോഴും അത് പൊട്ടി ഒഴുകുക. അത് ഇതുവരെ നന്നാക്കിയിട്ടില്ല. ഒരുപാട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാൻ 5 സെന്റ് ഭൂമിയും 3 ലക്ഷം രൂപയും, ഭാഗികമായി തകർന്നവയ്ക്ക് 2 ലക്ഷം രൂപ. ഇതായിരുന്നു ദുരന്ത സ്ഥലത്ത് പാഞ്ഞെത്തിയ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രഖ്യാപനങ്ങൾ. ഈ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായില്ല. നിവൃത്തികെട്ടപ്പോഴാണ് ജനങ്ങൾ മലയോര ഹർത്താലിനിറങ്ങുന്നത്. ക്യാമറ പേഴ്സൺ CP അനിൽകുമാറിനൊപ്പം ഷിത, മീഡിയ 1 കോഴിക്കോട്.